ഇന്നിപ്പോൾ സീപ്ലെയിൻ ഇറങ്ങിയ വാർത്തയാണ് ഞാൻ ഈ യാത്രയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബോൾഗാട്ടിയിൽ നിന്ന് മാട്ടുപ്പെട്ടിയിലേക്ക് അരമണിക്കൂർ എന്നൊക്കെ പറഞ്ഞ് ഇടത് ഗവൺമെൻറ്റിൻ്റെ പരിഷ്കാരം ഇങ്ങനെ കാണിക്കുമ്പോൾ, ഈ നാഷണൽ ഹൈവേയിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് വാസ്തവത്തിൽ ചിരിയാണ് വരുന്നത്. ഇവർക്ക് ബുദ്ധി ഒതുക്കാൻ എത്ര കാലെടുക്കുന്നു. 2012 വന്ന പദ്ധതികളെ അന്ന് എതിർത്തതിൽ ഒരു സോറി കേരളീയരോട് പറഞ്ഞിട്ട് വേണം ഈ മേനി പറച്ചില്. അന്ന് ഈ സീപ്ലെയിൻ പോകുമ്പോൾ അവിടെ ഇറങ്ങാൻ സമ്മതിച്ചില്ല. ഫിലോപ്പിയ കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നു പറഞ്ഞിട്ട് വള്ളങ്ങൾ നിരത്തി പ്രക്ഷോഭം നടത്തി. ഇപ്പോൾ അവിടുത്തെ ഫിലോപ്പിയ കുഞ്ഞുങ്ങളൊക്കെ എങ്ങോട്ടെങ്കിലും മാറ്റി പാർപ്പിച്ചോ എന്നറിയില്ല. ഞങ്ങൾ നല്ല കാര്യങ്ങളെ ഒന്നും എതിർക്കാത്തത് കൊണ്ടാണ് അവർക്കൊക്കെ നടത്താൻ കഴിയും. ഇതേ ഇപ്പോൾ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാഷണൽ ഹൈവേയിലാണ്. ഇത് എക്സ്പ്രസ് ഹൈവേ എന്നുള്ള നിലയിൽ അന്ന് ഞങ്ങൾ എമർജിംഗ് കേരളയിൽ കൊണ്ടുവന്ന പദ്ധതിയാണ്. നഖശികാന്തം അതിനെ എതിർത്തു. പശുവിനെ എങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്ത് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ആ വക വിഡ്ഢിത്തരം ചോദ്യങ്ങളൊന്നും ഞങ്ങൾ ചോദിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നു. ഞങ്ങൾ എമർജിംഗ് കേരള ഡേയ്സ് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് എമർജിംഗ് കേരളയിൽ പ്രസൻറ്റ് ചെയ്ത ആ പദ്ധതി നടപ്പിലാകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എന്തായാലും ഞാനതിവിടെ പ്രകടിപ്പിക്കുകയാണ്. പക്ഷെ നിങ്ങളൊരു സോറി പറഞ്ഞിട്ടേ സന്തോഷിക്കാവൂ എന്നേ ഉള്ളൂ.